ഹ്യൂമാനിറ്റീസ് കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. +1 ഓണം എക്സാം സ്പെഷ്യലൈസ് ചെയ്തുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തേത്. അതായത് +1 പൊളിറ്റിക്കൽ സയൻസിന് ഓണം എക്സാമിനേഷന് വേണ്ടിയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യമേ പറയട്ടെ, ഞാൻ അറിഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് 3 ചാപ്റ്റേഴ്സാണ് എക്സാമിനുള്ളത് എന്നാണ് അറിഞ്ഞത്. അപ്പോൾ ആ 3 ചാപ്റ്റേഴ്സിൽ നിന്നുള്ള ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി അഥവാ എക്സ്ട്രാ ചാപ്റ്റേഴ്സ് വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. അത് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. ഓക്കെ, എന്തായാലും നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മുടെ എക്സാമിന് ഉണ്ട്. മീൻസ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് ബന്ധപ്പെട്ട, ഇന്ത്യൻ ഭരണഘടന ബന്ധപ്പെട്ട ചാപ്റ്റർ. അപ്പോൾ അതിനകത്ത് നിന്ന് നിങ്ങൾ പഠിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് ചോദ്യം ഒന്ന്, ഫങ്ഷൻസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഭരണഘടനയുടെ 5 പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 5 ഫങ്ഷൻസിനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ ഫങ്ഷൻസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, മസ്റ്റായിട്ടും പഠിക്കുക. 5 മാർക്കിന് തന്നെ അത് ചോദിക്കാറുണ്ട് കേട്ടോ. ഇനി രണ്ടാമത് പഠിക്കേണ്ടതാണ് പ്രൊവിഷൻസ് ബോറോവഡ് ഫ്രം അതേഴ്സ്. വേറൊന്നുമില്ല, ആ ചാപ്റ്ററിൻ്റെ ഒന്നാമത്തെ പാഠത്തിൻ്റെ ഏറ്റവും അവസാനം നിങ്ങൾക്ക് ഒരു കുറേ പ്രൊവിഷൻസിനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലുള്ള പല വകുപ്പുകളെ പറ്റിയിട്ട്. ആ വകുപ്പുകളെല്ലാം എന്താണ്, വേറെ ഭരണഘടനയിൽ നിന്ന്, വേറെ രാജ്യക്കാരുടെ ഭരണഘടനയിൽ നിന്ന് നമ്മൾ കടമെടുത്തിട്ടുള്ള കുറേ വകുപ്പുകളെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ ഓസ്ട്രേലിയയിൽ നിന്നാണ് കൺകറൻറ്റ് ലിസ്റ്റ് കടമെടുത്തത് അല്ലേ. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് കാനഡയിൽ നിന്ന് എന്തെടുത്തു, ഫ്രാൻസിൽ നിന്ന് എന്തെടുത്തു, ബ്രിട്ടനിൽ നിന്നും അമേരിക്കയിൽ നിന്നൊക്കെ എന്തൊക്കെ വകുപ്പുകളാണ് നമ്മൾ എടുത്തത് എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു ക്വസ്റ്റ്യൻ അവിടെ വരുന്നുണ്ട്. അപ്പോൾ അത് മസ്റ്റായിട്ടും പഠിച്ചിരിക്കുക. കാരണം അത് വൺ വേർഡ് റിലേറ്റ് നിങ്ങൾ കൺഫ്യൂസ് ആക്കിക്കൊണ്ടായിരിക്കും അത് ചോദിക്കുന്നുണ്ടാവുക. അപ്പം അത് ക്ലാരിറ്റിയോട് കൂടി തന്നെ പഠിച്ചിട്ട് തന്നെ പോകുക കേട്ടോ. അപ്പോൾ ആ 2 ചോദ്യങ്ങളാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. ഈ രണ്ടാമത്തെ ചാപ്റ്റർ നമ്മുടെ റൈറ്റ്സ് ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലേ. ഓക്കെ, അപ്പം നമ്മുടെ അവകാശങ്ങളെ പറ്റിയിട്ട് അതിൽ എസ്സേ ചോദ്യമുണ്ട്. എന്ന് പറയുമ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് റിഗാർഡ് ചെയ്ത് എസ്സേ ചോദിക്കാറുണ്ട്, നമ്മുടെ മൗലിക അവകാശങ്ങൾ. അപ്പോൾ എന്ത് ചെയ്യുക, അത് വളരെ ഒത്തിരി എഴുതേണ്ട ഒരു എസ്സേയാണ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉറപ്പായിട്ടും ചോദിക്കാറുള്ള ചോദ്യമാണ്. എന്ന് പറയുമ്പോൾ മൗലിക അവകാശങ്ങളെ പറ്റിയിട്ട് നമ്മുടെ 6 മൗലിക അവകാശങ്ങൾ വിത്ത് എക്സ്പ്ലനേഷൻ. ഓക്കെ, നമ്മൾ അവകാശങ്ങൾ മാത്രം പോയിൻ്റ് ഔട്ട് എഴുതിയാൽ നമുക്ക് 8 മാർക്ക് കിട്ടില്ല. പകരം എന്ത് ചെയ്യുക, അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് അവിടെ എഴുതിക്കൊള്ളുക. എത്രത്തോളം എഴുതാൻ പറ്റുമോ അത്രയും നന്നായിട്ട് എഴുതുക. കാരണം ഒത്തിരി വാസ്റ്റായിട്ട് എഴുതാൻ പറ്റുന്ന ഒരു എസ്സേയാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. 8 മാർക്കിനനുസരിച്ച് എഴുതിയാൽ മതി, പക്ഷേ എക്സ്പ്ലനേഷനൊക്കെ നന്നായിട്ട് ഉണ്ടാവണം. ഓക്കെ, പിന്നെ ഫണ്ടമെൻ്റൽ റൈറ്റ്സും നമ്മുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയും തമ്മിലുള്ള കമ്പാരിസൺ ഒരു ടേബിളിൻ്റെ ഫോർമാറ്റിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ പഠിച്ചിട്ട് പോവുക, അത് ചോദിക്കാറുണ്ട്. എന്ന് പറയുമ്പോൾ മൗലിക അവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളില്ലേ, മാർഗനിർദ്ദേശക തത്വങ്ങൾ, ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസസ് എന്താണ്, കമ്പാരിസൺ എന്താണെന്നുള്ള രീതിയിൽ പോയിൻ്റായിട്ട് പഠിച്ചു വെച്ചാൽ മതി. 4 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. പിന്നെ FPTP, നമ്മൾ 3ാമത്തെ ചാപ്റ്ററിൻ്റെ കാര്യത്തിലോട്ട് വരികയാണ്. എന്ന് പറയുമ്പോൾ നമ്മുടെ ഇലക്ഷൻ്റെ ചാപ്റ്റർ. ഓക്കെ, അപ്പോൾ 3ാമത്തെ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക FPTP, ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റം. നമ്മുടെ ഇന്ത്യ അഡോപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഇലക്ഷൻ സിസ്റ്റമാണ് അല്ലേ. തിരഞ്ഞെടുപ്പ് പ്രക്രിയയാണ് നമ്മുടെ ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ അതെന്താണ് കാര്യം എന്നുള്ളത്, അതിലൂടെ എങ്ങനെയാണ് സ്ഥാനാർത്ഥികളെ ഇലക്ട് ചെയ്യുന്നതെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. പിന്നെ പഠിക്കേണ്ടത് FPTPയും PR എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയോ, പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷനാണ് കേട്ടോ. ഞാൻ ഷോർട്ടായിട്ട് എഴുതിയെന്നേ ഉള്ളൂ. നമ്മുടെ ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റം പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ തമ്മിലുള്ള കമ്പാരിസൺ എന്താണ്, അത് നമ്മളൊരു ടേബിളിൻ്റെ ഫോർമാറ്റിലൊക്കെ പഠിക്കുന്നുണ്ട്. അത് നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. പിന്നെ പഠിക്കേണ്ട ഒരു ചോദ്യമാണ്, വൈ ഇന്ത്യ അഡോപ്റ്റ് FPTP. ഇന്ത്യ എന്തുകൊണ്ട്, നമ്മുടെ ഇന്ത്യ മഹാരാജ്യം എന്തുകൊണ്ടാണ് FPTP ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റം എന്തുകൊണ്ട് സ്വീകരിച്ചു, അതിനും കുറച്ച് പോയിൻറ്റ്സ് ഒക്കെയാണ്. ഇതൊക്കെ 3-4 മാർക്ക് ചോദിക്കുന്ന ഷോർട്ടസ്റ്റ് ലെവൽ ചോദ്യങ്ങളാണ്. ഫങ്ഷൻസ് ഓഫ് ഇലക്ഷൻ കമ്മീഷൻ, നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പറ്റിയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇലക്ഷൻ കമ്മീഷനെ പറ്റിയിട്ടുള്ള ഇലക്ഷൻ കമ്മീഷൻ ചെയ്യുന്ന ധർമ്മങ്ങൾ എന്തൊക്കെയാണ്, ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അത് കുറേ പോയിൻ്റ് വൈസ് ആയിട്ടാണ് നമ്മൾ പഠിച്ചു പോയത് അല്ലേ. അപ്പോൾ ആ പോയിൻറ്റ്സ് എല്ലാം കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. ലാസ്റ്റ് പഠിക്കേണ്ടതാണ് പ്രൊപ്പോസൽസ് ഫോർ ദ റിഫോർമേഷൻ ഓഫ് ഇലക്ഷൻ കമ്മീഷൻ. ഇലക്ഷൻ കമ്മീഷൻ എന്താണ്, ഒന്ന് റിഫോം ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള കുറച്ച് പ്രൊപ്പോസൽസ് ആണ്. എന്ന് പറയുമ്പോൾ കുറച്ച് മാർഗ്ഗനിർദ്ദേശങ്ങളാണ്. അതിനെക്കുറിച്ചിട്ട് നമ്മൾ പോയിൻ്റ് വൈസ് ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ മീൻസ് പ്രത്യേകിച്ച് എസ്പെഷ്യലി 3rd ചാപ്റ്ററിലൊക്കെ പറഞ്ഞില്ലേ ഈ ചോദ്യങ്ങൾ, ഈ ഷോർട്ടസ്റ്റ് ലെവലെന്ന് ഞാൻ പറഞ്ഞില്ലേ ചോദ്യങ്ങൾ, ഇതൊക്കെ 3, 4, 5, 6 ഈ ഒരു റേഞ്ചിൽ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഈ മാർക്സിനൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഒത്തിരി തവണ ഫൈനൽ എക്സാമിന് വരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ട് തന്നെ നിങ്ങൾ ഓണം എക്സാമിന് പോവുക. ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ഷുവർ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, എന്ന് പറഞ്ഞ് നമ്മൾ ബാക്കി ചോദ്യങ്ങളെല്ലാം അവോയ്ഡ് ചെയ്തിട്ട് പോകാമെന്നല്ല അതിൻ്റെ അർത്ഥം. ഓക്കെ, നിങ്ങൾ ചാപ്റ്റേഴ്സ് എല്ലാം
മാക്സിമം എത്രത്തോളം വായിക്കാൻ പറ്റുമോ അത്രയും വായിച്ച് പഠിച്ചിട്ട് തന്നെ പോവുക. എങ്കിലും പഠിക്കുന്ന സമയത്ത് കുറച്ചുകൂടി സ്ട്രെസ്സ് കൊടുത്ത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ടോപ്പിക്സാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത്. ഷുവർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത് അല്ലേ. അപ്പോൾ ബാക്കിയെല്ലാം എന്താണ്, ബാക്കി ചോദ്യങ്ങൾ കൂടിയൊക്കെ വായിച്ചിട്ട് പോകാൻ പറ്റുന്നവരെല്ലാം വായിച്ചിട്ട് തന്നെ പോകണം. കാരണം നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഫുൾ മാർക്സ് ആയിരിക്കണം. ഓക്കെ ആണല്ലോ. പിന്നെ ഒരു കാര്യം, നിങ്ങൾക്ക് ഇനി ഇപ്പം 3 ചാപ്റ്റേഴ്സ് വെച്ചിട്ടാണല്ലോ ഞാൻ പറഞ്ഞത്. ഇനി 4 or 5 ചാപ്റ്റേഴ്സൊക്കെ വേറെ ചാപ്റ്റേഴ്സ് എന്തെങ്കിലും ഓണം എക്സാമിന് നിങ്ങളുടെ ടീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അത് നിങ്ങൾ പഠിക്കേണ്ടതാണ്. അപ്പോൾ എന്താണ്, കാരണം ഒഫീഷ്യലായിട്ടൊരു അറിയിപ്പൊന്നും ഈ കാര്യത്തിൽ വന്നിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ എക്സ്ട്രാ ചാപ്റ്റേഴ്സ് ഇതിൽ പറയാത്ത എക്സ്ട്രാ ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ചാപ്റ്റേഴ്സിൻ്റെ എന്താ പറയുക ചോദ്യങ്ങൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റിൽ അറിയിക്കുക. അത് ഞാൻ എക്സ്ട്രാ വീഡിയോ ആയിട്ട് ചെയ്യാം. പിന്നെ ഒരു കാര്യം, നമ്മുടെ ഈ ഒരു ചാനലിൽ ഓണം എക്സാം റിലേറ്റ് ചെയ്ത് കുറച്ച് വീഡിയോസ് കൂടി, മീൻസ് 1-2 വീഡിയോസ് കൂടി ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ ആവശ്യമുള്ളത് എന്നുള്ള രീതിയിൽ ഓണം എക്സാം റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്പെഷ്യലൈസ് ചെയ്ത ഏതെങ്കിലും വീഡിയോസ് ആവശ്യമുണ്ടോ എന്നുള്ളത് കമൻറ്റിൽ അറിയിച്ച് കഴിഞ്ഞാൽ ആ രീതിയിൽ നമുക്ക് പോകാൻ കേട്ടോ മുന്നോട്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോസിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കുക. യൂസ്ഫുൾ ആവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ അറിയിക്കുക.